ഹലോ ഗൈസ്, അമൽ ഹിയർ. ഇന്നിപ്പോൾ ജനുവരി 3 ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. എനിക്കിപ്പോൾ 24 വയസ്സ് കഴിഞ്ഞ് 2 കൊല്ലം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഇപ്പോഴും ഫുള്ളി റിക്കവേർഡൊന്നുമല്ല. ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ഒന്നും ആയിട്ടുമില്ല. സോ ഇപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. എനിക്ക് എൻ്റെ വീട്ടുകാരെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർക്ക് ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും മനസ്സിലാക്കി തന്നത് ആ ഒരു ആക്സിഡൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ കിടന്നുപോയ ഒരു 3 മാസമാണ്. അവരെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം എന്നായിരുന്നു എൻ്റെ ഡ്രീം. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ BCom പഠിച്ച്, എന്തിനാണെന്നൊന്നും അറിയില്ല, പഠിച്ചു പാസ്സായി. കാരണം അന്നൊക്കെ എൻ്റെ ഡ്രീം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, അല്ലെ അറിയില്ലായിരുന്നു. പക്ഷേ ഈ ആക്സിഡൻറ്റിന് ശേഷം ഫിനാൻഷ്യലിയും മെൻ്റലി ഒക്കെ പലതിലൂടെ കടന്നുപോയെങ്കിലും എൻ്റെ മനസ്സിൽ തന്നെ വന്നു ഒരു ജോലി സെറ്റ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, നിനക്കിപ്പോഴും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി പഠിച്ചോളാൻ. ഞാൻ ആദ്യം വിചാരിച്ച് തമാശയ്ക്കായിരിക്കുന്നു, ബട്ട് ഹി വാസ് സീരിയസ്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഇനി അത് പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പാസ്സായി ഇറങ്ങുമ്പോഴത്തേക്കും 10-29 വയസ്സാവും. അപ്പം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, അതിനിപ്പോൾ എന്തായാലും അത്രയും കാലം കൂടി നിങ്ങളൊക്കെ എന്തായാലും എനിക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ തന്നെ എൻ്റെ ഡ്രീമൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് എങ്ങനെ സെറ്റിൽ ആവണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. ഇങ്ങനെ കേൾക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നേ ഇല്ല. എന്താ പറയുക, അതങ്ങനെ ഒരു മനുഷ്യനാണ്. എന്താ പറയുക, എൻ്റെ അച്ഛൻ എനിക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ വയ്യാണ്ട് കിടന്നപ്പോൾ എനിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. സോ കുറേ ഉണ്ട്, അതിൽ കുറച്ചാണ് പറഞ്ഞത്, അത് പറയണമെന്ന് തോന്നി. സോ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ.